ഹായ്, വെൽക്കം ടു അഡക്സി ലേണിംഗ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ക്യാറ്റ് എക്സാമിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ക്യാറ്റ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ബേസിക്കലി തുടങ്ങിയുള്ള ക്യാറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, ക്യാറ്റിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് വിളിക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ക്യാറ്റ് എഴുതിയെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ബി സ്കൂൾസിലൊക്കെ നമുക്ക് എത്തിപ്പെടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ക്യാറ്റിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, സ്റ്റഡി സെഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അഡക്സി ലേണിംഗിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ട് ക്യാറ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈമിൽ ഒരു ക്യാറ്റ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളുടെ ടൈമിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളടക്കം നമ്മളിന്ന് പറയും. അപ്പോൾ ആദ്യം നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്യാറ്റിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്യാറ്റിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു UG, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡിഗ്രി എന്നൊക്കെ പറയും അല്ലേ. ഡിഗ്രിക്ക് നമ്മുടെ സാധാരണ ജനറൽ കാറ്റഗറിയാണ്, OBC ആണെങ്കിൽ അവർക്ക് 50% മാത്രം മാർക്ക് മതി, 50% മതി. അതുപോലെ തന്നെ സാധാരണയായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള റിസർവേഷൻ കാറ്റഗറി SC ST, അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ 45% മതി. 45% മാത്രം ഡിഗ്രിക്ക് ടോട്ടൽ മാർക്ക് മതി. ജനറൽ കാറ്റഗറി OBC ആണെങ്കിൽ 50%, SC ST PWD ആണെങ്കിൽ 45% മാർക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിഗ്രിക്ക് ടോട്ടൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാറ്റിന് അപ്ലൈ ചെയ്യാൻ ക്ലിയർ ആയിട്ട് പറ്റും. ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് എക്സാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്നാൽ എക്സാമിന്റെ ഓവറോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ക്യാറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. അതായത് ക്യാറ്റിന്റെ എലിജിബിലിറ്റി നമുക്ക് പറയാം, ഒന്നെങ്കിൽ 50% മാർക്ക് ആർക്കാ, ജനറൽ അല്ലെങ്കിൽ OBC-കാർക്ക്, അല്ലാതെ SC ST-കാർക്കൊക്കെ ആണെങ്കിൽ 45% ഡിഗ്രിക്ക് മാർക്ക് മതി. ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാറ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ക്ലിയർ ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എഴുതേണ്ട എക്സാം ക്യാറ്റാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 1 IIM അഹമ്മദാബാദ് തുടങ്ങി FMS, അതുപോലെ തന്നെ IITs NITs, ഇവിടെയൊക്കെ അഡ്മിഷൻസ്, MBAക്ക് അഡ്മിഷൻസ് നേടുന്നത് എങ്ങനെയാ, ക്യാറ്റ് വഴിയാണ്. അപ്പൊ ക്യാറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാറ്റിന്റെ ടൈം ലൈൻ നോക്കാം. അതായത് ഈ എക്സാമിന്റെ ടൈം ലൈൻ, ഈ ടൈം ലൈൻ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ്. അത് ഇനി ഒരു മാസമുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എൻഡ് ആകുന്ന സെപ്റ്റംബർ 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ചയാണ്. ആപ്ലിക്കേഷൻ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 40-45 ഡേയ്സ് ക്ലിയർ ആയിട്ട് ആപ്ലിക്കേഷന് വേണ്ടി തന്നെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് നവംബർ ഫസ്റ്റ് വീക്ക് വരും. എല്ലാ തവണയും ക്യാറ്റിന്റെ എക്സാം എന്ന് പറയുന്നത് നവംബർ ലാസ്റ്റ് സൺഡേയാണ്. നവംബറിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് എല്ലാ പ്രാവശ്യവും ക്യാറ്റിന്റെ എക്സാം നടക്കുന്നത്. ഡിസംബർ സെക്കൻഡ് വീക്കോട് കൂടി ആൻസർ കീ വരും. ക്യാറ്റിന്റെ ആൻസർ കീ ഡിസംബർ സെക്കൻഡ് വീക്കോട് കൂടി വരും. അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ജനുവരി സെക്കൻഡ് വീക്കോട് കൂടി വരും. നമുക്ക് അടുത്ത വർഷം 2026 ജനുവരി സെക്കൻഡ് വീക്കോട് കൂടി റിസൾട്ടും വരും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കേസുണ്ട് ഇതിന്റെ ആഫ്റ്റർ ഉള്ള പ്രൊസീജിയർ. റിസൾട്ടിന് ശേഷം, അതായത് ഇന്റർവ്യൂസ് എങ്ങനെയാണ്, IIMസിലോട്ട് ഇന്റർവ്യൂസ്, അവിടെയുള്ള ബാക്കിയുള്ള പ്രൊസീജിയറുകൾ, അതൊക്കെ ഫെബ്രുവരിയിലോട്ടാണ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കേസ്, നമ്മുടെ ആദ്യത്തെ ഡേറ്റ് ഏതാ, ഓഗസ്റ്റാണ്. ഓഗസ്റ്റിൽ എന്താവും, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് സെപ്റ്റംബർ വരെ ഉണ്ട്. നവംബറിൽ ആദ്യം ഫസ്റ്റ് വീക്കിൽ അഡ്മിറ്റ് കാർഡ് വരും. നവംബർ അവസാനത്തെ ഞായറാഴ്ച, പിന്നെ ഞാൻ പറയുന്നു, നവംബർ അവസാനത്തെ ഞായറാഴ്ചയാണ് എല്ലാ തവണയും ക്യാറ്റ് എക്സാം നടക്കുന്നത്. ഡിസംബർ സെക്കൻഡ് വീക്കിൽ ആൻസർ കീ വരും. അതുപോലെ തന്നെ ജനുവരി സെക്കൻഡ് വീക്ക് ഫൈനൽ റിസൾട്ടും വരും. ഫെബ്രുവരിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂസും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പോകും. ഇനി നമ്മൾ പറയുന്നത് ക്യാറ്റിന്റെ എക്സാം പാറ്റേൺ കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് സിലബസിൽ എന്തൊക്കെയാണുള്ളത്, ക്യാറ്റിന്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കേസാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോപ്പിക്സിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ, നമ്മൾ VARC എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്, നമ്മൾ DALR എന്ന് പറയും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ ക്വാണ്ട് എന്ന് പറയും. ഓക്കെ,
ഈ 3 ഏരിയയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ക്യാറ്റിന്റെ എക്സാമിന് പഠിക്കാനായിട്ടുള്ള സിലബസ് ഉള്ളത്. ഒന്ന് ഏതൊക്കെയാ? വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോമ്പറേഷൻ നമ്മുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ചെറിയ ചെറിയ മാത്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? എത്ര ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ക്യാറ്റ് 2025 എത്ര ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം? എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻസിന്റെ 3 ഏരിയയിലുള്ള ഡിവിഷൻസ് എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 66 ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇപ്രാവശ്യം. 66 ചോദ്യങ്ങൾ. അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോമ്പറേഷൻ VARC എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 24 ക്വസ്റ്റ്യൻ, നമുക്ക് 40 മിനിറ്റ് സമയമുണ്ട്. DALR എന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിംഗ് 20 ക്വസ്റ്റ്യൻ, അവിടെ 40 മിനിറ്റ് സമയമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 22 ക്വസ്റ്റ്യൻസ്, അത് 40 മിനിറ്റ് സമയമുണ്ട്. ഇതൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ്. ഈ വർഷം നമുക്ക് സ്വാഭാവികമായിട്ടും ക്യാറ്റിന്റെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ നമ്പറാണ് 66 എന്ന്. അത് ഓരോ ഏരിയയിൽ നമ്മുടെ VARCയിൽ എത്രയാണ്? 24ഓളം നമുക്ക് പ്രതീക്ഷിക്കാം. DALRൽ 20ഓളം പ്രതീക്ഷിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 22ഓളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനൊക്കെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ? സമയം 40 മിനിറ്റ് ആണ്. സമയം 40 മിനിറ്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 40 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും ചെയ്യാനുള്ള സമയം നമുക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്യാറ്റില് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് സാധാരണ ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പോലെയല്ല, ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എക്സാംസ് ഉണ്ട്. ഒന്ന് MCQs ഉണ്ട്, അതുപോലെ തന്നെ തീറ്റ ക്വസ്റ്റ്യൻ ഉണ്ട്. MCQs എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക. തീറ്റ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടൈപ്പ് ഇൻ ആൻസർ, നമ്മൾ ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. ഇതിനൊരു പ്രത്യേകത, ക്യാറ്റിന്റെ കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MCQസിന് +3 3 മാർക്ക്, ശരി ഉത്തരവാണെങ്കിൽ 3 മാർക്ക് കിട്ടുകയും ചെയ്യും, തെറ്റുത്തരവാണെങ്കിൽ -1 പോവുകയും ചെയ്യും. ഓക്കെ, അതായത് ശരി ഉത്തരവാണെങ്കിൽ 3 മാർക്ക് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യും, തെറ്റുത്തരമാണ് നമ്മൾ രേഖപ്പെടുത്തുമെങ്കിൽ. MCQസിന്റെ കേസിലാണ് കേട്ടോ പറയുന്നത്. MCQസിൽ 1 മാർക്ക് നെഗറ്റീവ് പോവുകയും ചെയ്യും. TTയിലാണെങ്കിൽ ടൈപ്പ് ഇൻ ആൻസറിലാണെങ്കിൽ ശരി ഉത്തരവാണെങ്കിൽ +3, തെറ്റുത്തരമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മാർക്കൊന്നും അവിടെ പോകത്തില്ല, നമുക്ക് മാർക്കൊന്നും കിട്ടത്തില്ലെന്നുള്ളൂ. തെറ്റുത്തരമാണെങ്കിൽ ശരി ഉത്തരമാണെങ്കിൽ +3 കിട്ടും. ഏകദേശം 17ഓളം തീറ്റ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 17ഓളം തീറ്റ ക്വസ്റ്റ്യൻസ്, അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത 17ഓളം ചോദ്യങ്ങൾ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ക്യാറ്റിന് വേണ്ടി. അപ്പം ഇനി ക്യാറ്റ് എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് എക്സാമിന്റെ നടത്തിപ്പ് പരിപാടികൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാനോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ക്യാറ്റിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കേസാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, കമ്പ്യൂട്ടറിലാണ് എക്സാം എഴുതേണ്ടത്. രാവിലെ ഒരു സ്ലോട്ട്, ഉച്ചയ്ക്ക് ഒരു സ്ലോട്ട്, വൈകുന്നേരം ഒരു സ്ലോട്ട്, അങ്ങനെ 3 സ്ലോട്ട്സ് ആയിട്ടാണ് നമ്മുടെ ഈ എക്സാം വരുന്നത്. ഒരു സ്ലോട്ടിന്റെ ഡ്യൂറേഷൻ നമുക്കറിയാം 2 hours ആണ്. ഓക്കെ, 2 hours ആണ്. അതായത് 40 മിനിറ്റ് ആണ് ഓരോ സെക്ഷൻസും നമുക്കറിയാം. അപ്പം ടോട്ടൽ 120 മിനിറ്റ്സ്, അതായത് 2 hours, 2 മണിക്കൂറാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കേസാണ് എന്തുകൊണ്ടാണ് നമ്മൾ ക്യാറ്റ് എക്സാം എഴുതുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്, എന്തുകൊണ്ട് ക്യാറ്റ് എക്സാം നമ്മൾ എഴുതണം. അതായത് ഇന്ത്യയിലെ എല്ലാ IIMs ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കോറാണ് ക്യാറ്റ് സ്കോർ. എല്ലാ IIMs, അഹമ്മദാബാദ് തുടങ്ങി ലാസ്റ്റുള്ള ബേബി IIMs വരെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്കോറാണ് ക്യാറ്റ് സ്കോർ. അതുപോലെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസുണ്ട്, IIMs അല്ലാണ്ട് FMS, SPJMR, MDI, IIFT, അതുപോലെ ഇന്ത്യയിലെ എല്ലാ മേജറായിട്ടുള്ള IITs ഇവിടെയൊക്കെ ക്യാറ്റ് സ്കോർ എന്ത് ചെയ്യും, ക്യാറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവരൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല B സ്കൂൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരേ ഒരു എക്സാം, എല്ലാവരും കോമൺ ആയിട്ട് എല്ലാ ടോപ്പ് B സ്കൂൾസ്, എല്ലാവരും നല്ല എല്ലാ ടോപ്പ് B സ്കൂൾസ്, IITs, IIMs, NITs, ബാക്കി പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇവരൊക്കെ കൺസിഡർ ചെയ്യുന്ന ടോപ്പ് എക്സാം എന്ന് പറഞ്ഞാൽ അത് ക്യാറ്റ് ആണ്. യൂണിഫൈഡ് ആയിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ അത് ക്യാറ്റ് ആണ്. അതുകൊണ്ടാണ് ക്യാറ്റ് സ്കോറിന് വേണ്ടി അല്ലെങ്കിൽ ക്യാറ്റ് എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുന്നത്. ബാക്കി എക്സാംസ് ഒക്കെ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യും, കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്യാറ്റില് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം IIMs തുടങ്ങി IIMs, IITs, NITs, ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം, പ്രോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ക്യാറ്റ് സ്കോർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ക്യാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും കൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് എന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ്, ക്യാറ്റിന് ക്വാളിഫൈ ചെയ്ത് യൂണിവേഴ്സിറ്റി IIMs നമുക്ക് എന്തോ യൂണിവേഴ്സിറ്റി അല്ല IIMs നമുക്ക് എന്തോ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ, ഇന്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഈ 2 കാര്യത്തിന് എഡക്സ് ലേണിംഗിന്റെ ഫുള്ള് സപ്പോർട്ട് നമ്മളോട് ഉണ്ടാവും. IIM അലുമിനീസിന് വെച്ചിട്ടുള്ള
സോ അവർ സെഷൻസും കാര്യങ്ങളൊക്കെ എഡക്സി ലേണിംഗ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ കാറ്റിന് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എഡക്സി ലേണിംഗിന്റെ മാസ്റ്റർ കാറ്റ് ബാച്ച് റണ്ണിങ് ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫ്രീ മെറ്റീരിയൽസുമായിട്ട് നമ്മൾ പഠനം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ക്ലിയർ ആയിട്ട് ഒരുമിച്ച് ആയിരിക്കും പഠിച്ചു പോകുന്നത്. ക്യാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ലാസ്റ്റ് പറഞ്ഞൊരു കേസുണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ സെഷൻസും മെന്ററിങ്ങും ഒക്കെ എഡക്സി ലേണിംഗ് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്രാവശ്യം നിങ്ങൾ ക്യാറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ക്യാറ്റിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ എന്ത് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഡക്സി ലേണിംഗിൽ കണക്ട് ചെയ്യുക. ഓക്കെ, സോ കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്.